കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല വൈകുന്നേര സമയത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാന് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ വൈഫും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കടന്നു വന്നത്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആന്റണി കാർഡോസ്, ചവറയിലുള്ളതാണ്. വലിയ പ്രതികൂലങ്ങളിൽ കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വലിയൊരു ആക്സിഡന്റിൽ നിന്നൊക്കെ വന്നേ ദൈവം വിടുവിച്ചു. ഇപ്പോൾ ഇവിടെ സഭയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ വരുന്നുണ്ട്. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ ഞാൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നൊരു വ്യക്തിയാണ്. എവിടെയാണ് ദൈവം എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ പാരമ്പര്യമായിട്ട് ക്രിസ്തീയ കുടുംബത്തിലാണ്. എൻ്റെ പേര് സത്യദാസ് പത്രോസ് എന്നാണ്. ഞാൻ നമ്മുടെ ചിന്നക്കടയിലുള്ള CSI ചർച്ച്, വലിയ ചർച്ചാണ് അവിടുത്തെ. പക്ഷേ ഞാൻ അവിടെ ദൈവത്തെ അന്വേഷിച്ച് പലയിടത്തും നടന്നു. പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കോട്ടയിൽ ധ്യാനത്തിനൊക്കെ പോകാൻ ദൈവം സഹായിച്ചു. അത് അനുഗ്രഹമായിരുന്നു. അവിടെ ഞാൻ ഒരാഴ്ച ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തു. പക്ഷെ അവിടെയും ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പലയിടത്തും ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടന്നു. ഒരിക്കലും ഞാൻ യാദൃച്ഛയായിട്ട് കൊല്ലത്ത് കടന്നു പോകുന്ന സമയത്ത് കൊല്ലത്തൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, പീരങ്കി മൈതാനത്ത്. അത് നമ്മുടെ പോളയത്തോട് AGയുടെ കെയർ ഓഫിൽ നടക്കുന്ന ഒരു കൺവെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വചനങ്ങളൊക്കെ കേട്ടു. അതിനുശേഷം അവിടുത്തെ ദേവദാസൻ പറഞ്ഞു, വിശ്വസിക്കുന്നവര് കൈകളെ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ദിവസം ഒരുപാട് പേര് കൈപൊക്കി. ഞാനും ആ കൂട്ടത്തിൽ കൈപൊക്കി. വിശേഷാല് കത്തോലിക്ക സഭയിലൊക്കെ നമ്മൾ ഇവിടെ പോകുമ്പോൾ എല്ലാവരും കൈപൊക്കാൻ പറയുമ്പോൾ നമ്മൾ കൈപൊക്കും. അതുപോലെ ഞാനും കൈപൊക്കി. അന്നേരം സാധാരണ അവര് കത്തോലിക്കാരൊന്നും പേരൊന്നും എഴുതിയെടുക്കത്തില്ല. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ പേര് ഇവര് വന്ന് എഴുതിയെടുത്തു. എല്ലാവരുടെയും പേരും ഫോൺ നമ്പരും ഒക്കെ എഴുതിയെടുത്തു. എന്നിട്ട് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയായപ്പോൾ ഞാൻ വലിയൊരു ദർശനം കാണുവാനിടയായി. ദർശനം കണ്ടെന്ന് പറഞ്ഞാല് ഞാൻ LICയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. LIC ഏജന്റായിട്ട് കഴിഞ്ഞ 33 വർഷം രാമംകുളങ്ങര LIC ബ്രാഞ്ചിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമായിട്ട് ഒരു കോമ്പറ്റീഷനുമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് അവരെ ഹെലികോപ്റ്ററിൽ അങ്ങനെ പോകുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ കടന്നുപോയി. അപ്പം ഫംഗ്ഷന് പങ്കെടുത്തിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഹെലികോപ്റ്റർ ഒരു ടവറിൽ, ശ്രീകാര്യത്തുള്ള ഒരു ടവർ ഉണ്ടായിരുന്നു, അതിലിടിച്ച് ടവറിലിടിച്ച് വലിയ ശബ്ദത്തോടു കൂടി അത് പൊട്ടി തകർന്നു. അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. ഞാനും ആ കൂട്ടത്തിൽ മരിച്ചു. അന്നേരമാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന കാരണം വീട്ടിൽ പെട്ടെന്ന് വന്നു. പിള്ളേരെയും ഭാര്യയൊക്കെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓടി വീട്ടിലോട്ട് വരാൻ ശ്രമിച്ചു. അന്നേരം ഞാൻ നോക്കി, ഞാൻ മരിച്ചിട്ടില്ല, ഉയർത്തി ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞു. എനിക്ക് അന്നേരം പോകാൻ പറ്റില്ല. അതിനുശേഷം എൻ്റെ മകന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. ദൈവം വിളിച്ചത് പോയില്ലെങ്കിൽ ദൈവം കൊണ്ടുവരാനുള്ള വഴികൾ നോക്കും. അങ്ങനെ മകന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബെൻസിയറിൽ നമ്മുടെ ശങ്കേഴ്സ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ അവിടെ ഞങ്ങളുടെ അനിയൻ്റെ വീട്ടില് ഒരു ദേവദാസൻ യാദൃശ്യമായിട്ട് വന്നു. അതാണ് അലക്സ് പാസ്റ്റർ, നിങ്ങളുടെ പപ്പ. അങ്ങനെ അവിടെ വന്നു. അലക്സ് പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതണക്ക് എൻ്റെ സഹോദരിയുടെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്, അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവന് 2ാം ജന്മം കിട്ടി. അങ്ങനെ കുഞ്ഞാണ് ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയത്. അതിനുശേഷം അവൻ ഞങ്ങളെ വിളിച്ച് ഞങ്ങളും പ്രാർത്ഥനയ്ക്ക് പോയി. ഞങ്ങൾ സ്നാനപ്പെട്ടു.
ശിശുസ്നാനമാണ് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ചെയ്തത്. ശിശുസ്നാനം എന്ന് പറയുന്നാൽ നമ്മൾ 4 മാസം പ്രായമുള്ളപ്പോൾ എന്നെയും എന്നെ എടുത്തുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും കൂടെ ചർച്ചിൽ കൊണ്ടുപോയിട്ട് തലയിൽ ഇച്ചിരി വെള്ളം കുടഞ്ഞു. അങ്ങനെയാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. പക്ഷേ ശിശുസ്നാനം ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്നെ വോട്ട് ചെയ്യണമെങ്കിൽ തന്നെ 18 വയസ്സാവണം. ഈ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കാരണമാണ് അവിടെ ഞങ്ങളുടെ CSL ഇപ്പോൾ ഒരുപാട് പേര് നിരീശ്വരവാദികളായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് നിരീശ്വരവാദികൾ, ദൈവത്തെ അറിഞ്ഞിടാത്തതുകൊണ്ട്. അത് പാരമ്പര്യ സഭകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം വിശ്വസിച്ച് സ്നാനപ്പെടണം. വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോഴും നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങി ഒന്ന് വസിക്കും. നമുക്കൊരു പുതിയൊരു ഹൃദയം തരും. നമ്മൾ മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്നൊരു ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അവിടെ നടക്കുന്നത്. പഴയ മനുഷ്യനെ കുഴിച്ചിടണം. കുഴിച്ചിടുന്നതിന് പകരം നമ്മൾ തലയിൽ മാത്രം വെച്ച് വെള്ളം കുടഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശവസംസ്കാരമാവത്തില്ല. ശവസംസ്കാരമാകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുഴിച്ചിടണം. പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലേക്ക് കുഴിച്ചിട്ടിട്ട് അപ്പോൾ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവം അവിടെ ഒരു പ്രവൃത്തി ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ദൈവം തന്റെ വചനത്താൽ സകലം സൃഷ്ടിച്ചതുപോലെ അവന് പുതിയൊരു ഹൃദയം കൊടുക്കും. ആ ഹൃദയത്തിലെ ദൈവത്തിന് വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വൃഥാവായിട്ടുള്ള പ്രവൃത്തിയാണ്. അതുപോലെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രതികൂലവും ഇല്ലായിരുന്നു. എൻ്റെ സഹോദരന്മാരൊക്കെ ഒരു പ്രതികൂലമില്ല. അവരൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചിലർ വിചാരിക്കും എന്തിനാണ് സത്യദാസൻ മതം മാറിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു മതമാറ്റമല്ലല്ലോ. ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുന്ന ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ എനിക്ക് വലിയ പ്രതികൂലങ്ങൾ മനുഷ്യരിൽ നിന്നുണ്ടായില്ല. പക്ഷെ പിശാച് എന്നെ തകർക്കുവാനും വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കി. പൈശാചിക മണ്ഡലങ്ങൾ അത് എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടിട്ടിട്ട് എന്നെ തകർക്കാൻ ശ്രമിച്ചു. അതുപോലെ എനിക്ക് കടഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് എന്നെ തകർക്കാൻ അവൻ ശ്രമിച്ചു. എന്നാലും എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടമായെങ്കിലും എനിക്ക് ലഭിച്ചത് നിത്യതയാണ്. ദൈവം തന്ന ആ സ്നേഹവും ദൈവത്തിന്റെ സാന്നിധ്യവും എനിക്ക് രുചിച്ചറിയാൻ സാധിച്ചു. എൻ്റെ വീട് സ്ഥലവും പോയെങ്കിലും എനിക്ക് ദൈവം എൻ്റെ കൂടെയുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ മകള് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട സമയമുണ്ട്. അന്നേരം എനിക്ക് ദൈവപ്രവൃത്തി കാണുവാൻ സാധിച്ചു. കാരണം ഞാൻ അവിടെ ഫീസ് കൊടുക്കാൻ അവിടെ വിളിപ്പിച്ചു. അവിടെ 1,30,000 രൂപയാണ് സാധാരണ അടയ്ക്കേണ്ടത്. അങ്ങനെ ഞാൻ അവിടെ ഫീസ് അടയ്ക്കാനും വേണ്ടി അവിടെ പോകാനുണ്ടായി. എൻ്റെ അടുത്ത് ആകപ്പാട് 500 രൂപ മാത്രമേ ഉള്ളായിരുന്നു. വണ്ടിയിലാണ് പെട്രോളും കുറവാ. ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവം അവിടെ പറഞ്ഞു സ്കോളർഷിപ്പ് റെഡിയായെന്ന് പറഞ്ഞു. അത് കാരണം 250 രൂപ മാത്രം അടച്ചാമെന്ന് പറഞ്ഞു. അപ്പം ബാക്കി 250 രൂപ വെച്ച് പെട്രോൾ മേടിച്ച് ഞാൻ വീട്ടിലോട്ട് മടങ്ങി വന്നു. അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ ദൈവം നടത്തുന്നത് ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതുപോലെ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കല് ഒരു ദർശനം കണ്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞാൻ ബോട്ടിൽ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് എൻ്റെ കൂട്ടുകാരെല്ലാം പെട്ടെന്ന് പുറത്തോട്ട് പോയി. അന്നേരം ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചിട്ട് അല്പനേരം നീന്താമെന്ന് വിചാരിച്ചു. തനിച്ചല്ലേ ഉള്ളൂ, ഞാൻ കുറച്ച് വെള്ളത്തിൽ നീന്തി ശീലിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വെള്ളത്തിൽ കായലിലായിരുന്നു നീന്തിയത്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീട്
ഒഴുക്ക് ചെറുതായിട്ട് വന്നു. ഞാനത് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ നീന്തി തുടങ്ങി. കുറച്ചുകൂടെ ചെന്നപ്പോൾ അടിയൊഴുക്ക് വന്നു. അടിയൊഴുക്ക് വന്നിട്ട് ശക്തമായ അടിയൊഴുക്ക് വന്ന് എന്നെ അത് അടിച്ചെടുത്തുകൊണ്ട് കടലിലേക്ക് കൊണ്ടുപോകാനിടയായി. അങ്ങനെ ഞാനിങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉയരത്തിൽ നിന്നൊരു കൈ വന്ന് എന്നെ പിടിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നെ അന്നേരം കൈക്ക് പിടിച്ചു. ദൈവം എന്നെ ഒരു കരയ്ക്ക് എത്തിച്ചു. ആമേൻ, സ്തോത്രം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിയാൻ സാധിച്ചു. പലപ്പോഴും പ്രതിസന്ധികൾ കൂടെ കടന്നുപോയെങ്കിലും എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാനൊക്കെ ദൈവം സഹായിച്ചു. നമ്മുടെ കടപ്പാക്കടയിലുള്ള എവർലാസ്റ്റിംഗ് ചർച്ചിൽ സായാഹ്ന കോഴ്സ് ഉണ്ടായിരുന്നു, അത് പഠിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ബൈബിള് പോലും മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ ചില ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ടായിരുന്നു. അന്നേരം ദൈവം ദർശനത്തിലൂടെ കാണിച്ചെന്ന വഴിയിൽ കൂടെ എനിക്ക് നല്ലൊരു മനോഹരമായ ബൈബിൾ കിട്ടാനിടയായി. ദൈവം പറഞ്ഞു, ഒരു പ്രായമായ ഒരു അമ്മച്ചിയെ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാനും വൈഫും കൂടെ അവിടെ പോയി. ഞങ്ങളുടെ പഴയ വീട്ടിന്റെ അടുത്തുള്ളൊരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി പറഞ്ഞു, ഞാൻ സണ്ണിയെ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഞങ്ങളുടെ അയൽക്കാരൊക്കെ സണ്ണി എന്ന് വിളിക്കുന്നത്. പുറത്തൊക്കെ സത്യദാസ് എന്ന് അറിയപ്പെടുന്നത്. സണ്ണി ഞാൻ നോക്കിയിരിക്കുക. അവര് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. അവര് ഇച്ചിരി പ്രായമുള്ളതാണ്. അവർക്ക് വായിക്കാനാണ്, ഞങ്ങളുടെ ചെവി കേൾക്കത്തില്ല. ഇപ്പൊ ഞങ്ങൾ അറിയാവുന്ന കണക്കൊക്കെ ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു. ഇപ്പൊ എന്തോ ഡോക്യുമെന്റ് കൈമാറുന്നതെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഒരു മനോഹരമായ ഒരു ബൈബിള് അവരാർക്കോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ഞാൻ ബൈബിള് സത്യദാസ് അല്ല സണ്ണി എന്നെ വെച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നു. ഞാൻ നോക്കിയ മനോഹരമായ ബൈബിള്, പഠിക്കാനൊക്കെ ഒരുപാട് ഉള്ള കാര്യങ്ങളുണ്ട്. അതിപ്പോഴും ഞാൻ കുറച്ച് നാളത് കൊണ്ടു നടന്നു. ഇപ്പോഴും വേറെ ഇഷ്ടം പോലെ ബൈബിളുണ്ട്. ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാതാവ് മരിച്ചു പോകാനിടയായി. പ്രായമായ ഒരു അമ്മച്ചിയായിരുന്നു. നമ്മള് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തിനെ ഒരിക്കലും ലഘൂകരിക്കരുത്. മനുഷ്യന് 3 തരത്തിലുള്ള മരണങ്ങളാണുള്ളത്. അവന് ആത്മീയ മരണമുണ്ട്, ശാരീരിക മരണം, അതുപോലെ നിത്യമായ മരണം. നമ്മൾ നിത്യമായ മരണത്തിൽ ആരും പെടാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യമായ മരണത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പനേരം സാക്ഷ്യം പറയാൻ അവസരം തന്ന ദേവദാസനും ഇമ്മാനുവൽ പാസ്റ്ററിനും കുടുംബത്തിനും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു.